ആരംഭങ്ങളുടെയും ചരിത്രരേഖയാണ്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും അവൻ്റെ ഉദ്ധാരണത്തെക്കുറിച്ചും വിവരിക്കുന്ന വേദപുസ്തകത്തിലെ പ്രഥമ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. മനുഷ്യ സൃഷ്ടി മുതൽ യോസേഫിൻ്റെ മരണം വരെയുള്ള ഏകദേശം 2200 ദീർഘവർഷങ്ങളിലെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പങ്കുവയ്ക്കുന്നത്. CSI അസെൻഷൻ ദേവാലയത്തിലെ സീനിയർ സ്റ്റാർസ് നോമ്പുകാല പഠനത്തിനു ശേഷം വേദപുസ്തക വായനയ്ക്കായി നിമിഷങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തക വായന ജൂൺ 1-ാം തീയതി ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നു. വായനക്കാർക്കും ശ്രോതാക്കൾക്കും ആത്മീക വളർച്ചയ്ക്കും ഈ വായന മുഖാന്തരമാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന സീനിയർ സ്റ്റാർ സെക്രട്ടറി ജെയിംസ് അങ്കിളിനെ അഭിനന്ദിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ ജിജി അച്ഛൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സുദിനം നമ്മിലൂടെ സഭയുടെ ആത്മീക ഉണർവിനായി വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച റീറീഡിംഗ് ബൈബിൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ നൽകിയ പ്രസംഗത്തിൽ നിന്നുള്ള പ്രചോദനമാണ് ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര സീനിയർ സ്റ്റാർസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങുവാൻ ആലോചന വന്നത്. അന്നേ ദിവസം കൂടിയ സീനിയർ സ്റ്റാർസിന്റെ മീറ്റിംഗിൽ വന്ന അഭിപ്രായത്തെ എല്ലാവരും അംഗീകരിച്ചതോടെ ജൂൺ മാസം 1-ാം തീയതി മുതൽ ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് പരമ്പര തുടങ്ങാമെന്ന് തീരുമാനമായി. അത് ഇന്ന് തന്നെ തുടക്കമാകുവാൻ ദൈവേഷ്ടമായി എന്നോർക്കുന്നു. സീനിയർ സ്റ്റാർസ് തുടക്കം കുറിക്കുന്ന വിശുദ്ധ വേദ പുസ്തക ശൃംഖല വായനയെ എല്ലാ സഹോദരങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഏൽപ്പിച്ച അധ്യായം സമയപരിധിക്കുള്ളിൽ വോയിസ് ക്ലിപ്പ് ആയി അയച്ചു തന്ന് ഭാഗവാക്കുകളാകുന്ന എല്ലാവരോടും ശ്രോതാക്കളോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര വ്യക്തിപരമായും കുടുംബങ്ങളായും സഭയായും അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട റവറന്റ് ഏബ്രഹാം വെള്ളംതടത്തിൽ അച്ഛൻ പരമ്പരയുടെ തുടക്കമായി വായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും അച്ഛന്റെ ശാരീരികമായ ക്ഷീണത്താൽ പ്രിയപ്പെട്ട ശ്രീമതി അന്നമ്മാൾ ഏബ്രഹാം കൊച്ചമ്മ ആദ്യ വേദഭാഗം വായിക്കുന്നു. ജെയിംസ് NS, സെക്രട്ടറി സീനിയർ സ്റ്റാർസ്. ദൈവഹിതത്താൽ ഇന്ന് ആരംഭിക്കുന്ന ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് തുടക്കമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിയാതിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള
ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർതിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായി ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി നാലാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജൈവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകിയ സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവി, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജാതുക്കളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികൾ മേലും മൃഗങ്ങൾ മേലും സർവ്വഭൂമിയിൽ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികൾ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ല എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം. ഇവിടെ വാക്യങ്ങൾ അവസാനിച്ചു.